എല്ലാവർക്കും നമസ്കാരം. ഇൻഷുറൻസ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഒന്നെങ്കിൽ LIC ഇൻഷുറൻസോ അല്ലെങ്കിൽ നമ്മൾ പണം അടച്ചിട്ട് കാലാവധി കഴിയുമ്പോൾ തിരിച്ച് പണം കിട്ടുന്ന സമ്പാദ്യ പദ്ധതികളൊക്കെയാണ്. എന്നാൽ എത്ര പേർക്ക് ടേം ഇൻഷുറൻസിനെ കുറിച്ച് അറിയാം? നമ്മൾ മരണപ്പെടുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ അസാന്നിധ്യത്തിൽ നമ്മുടെ കുടുംബത്തിന് താങ്ങാവുന്ന ടേം ഇൻഷുറൻസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഈ വിഷയത്തിൽ സംസാരിക്കാൻ നമ്മളോടൊപ്പം ഹെൽത്ത് അഡ്വൈസർ സത്യജിത്ത് പൈ ചേരുന്നു. നമസ്കാരം സർ. താങ്ക് യു. നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് അറിയുന്നത് LIC പോളിസികളാണ്, അല്ലെങ്കിൽ കാലാവധി കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പണം തിരിച്ചു കിട്ടുന്ന സമ്പാദ്യ പദ്ധതികളാണ്. ഇതിൽ നിന്ന് എങ്ങനെയാണ് ടേം ഇൻഷുറൻസ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? അതെ, ഇതൊരു ഫണ്ണി ആയിട്ടുള്ള ഒരു ഫാക്ട് ആണ്, പക്ഷെ അതൊരു റിയാലിറ്റി ആണ്. ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും സാധാരണക്കാരുടെ മനസ്സിൽ LIC എന്നൊരു വാക്ക് തന്നെയാണ് വരുന്നത്. പക്ഷേ LIC മാത്രമല്ല ഇൻഷുറൻസ് പല രീതിയിലുണ്ട്. ജനറൽ ഇൻഷുറൻസ് ഉണ്ട്, ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്. ലൈഫ് ഇൻഷുറൻസിൽ തന്നെ പ്യുവർ ഫോം ഓഫ് ലൈഫ് ഇൻഷുറൻസ് ആണ് ടേം ഇൻഷുറൻസ് ആയിട്ട് വരുന്നത്. ടേം ഇൻഷുറൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ആരാണോ അത് എടുത്തിരിക്കുന്നത്, ഇൻഷുർഡ് മരണപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നോമിനിക്ക്, അദ്ദേഹത്തിൻ്റെ ലീഗൽ ഹയേഴ്സിന് ലംസമായിട്ടുള്ളൊരു എമൗണ്ട് പോകുന്നതാണ് ടേം ഇൻഷുറൻസ്. അത് വളരെ കുറഞ്ഞ പ്രീമിയത്തിൽ വളരെ കൂടുതൽ കവറേജ്, അതായത് നമ്മൾ പരസ്യത്തിലൊക്കെ കാണുന്ന പോലെ 500 റുപ്പീസ് or 1000 റുപ്പീസ് നമ്മൾ മാസം തോറും അടച്ചു കഴിഞ്ഞാൽ കോടികളുടെ കവറേജ് കിട്ടുന്ന രീതിയിലുള്ള ഒരു പോളിസിയാണ് ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ടേം ഇൻഷുറൻസ് ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാനോ ഒരു സേവിങ്സ് പ്ലാനോ അല്ല, അത് പ്യുവർ പ്രൊട്ടക്ഷൻ പ്ലാനാണ്. അതായത് നമ്മുടെ ഡെത്തിന് കവറേജ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പ്ലാനാണ് ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത്. എപ്പോഴും ടേം ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടോ എന്ന് ആളുകളോട് ചോദിക്കുമ്പോൾ അതിന് മറുപടി ആയിട്ട് പറയുന്നത്, ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെന്തിനാ മറ്റുള്ളവർക്ക് പണം എന്നുള്ളൊരു ബാലിശമായൊരു ചോദ്യം ചോദിക്കാറുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടോ? സാറിനോട് അങ്ങനെ ആരെങ്കിലും വന്ന് ചോദിക്കാറുണ്ടോ? ഇത് ചോദിക്കുന്നത് 90% ആൾക്കാർ ഇത് ചോദിക്കാറുണ്ട്. അത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. 90% ആൾക്കാരും ഈ കാര്യമാണ് ചോദിക്കുന്നത്, ഞാൻ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്തിനാണ് കാശ്. പക്ഷെ നേരെ മറിച്ചാണ് ചിന്തിക്കുന്നത്, എൻ്റെ ഒരു അഭാവത്തിൽ എൻ്റെ ഫാമിലിക്ക് ഞാൻ കാരണം ഉണ്ടാകുന്ന ലൈബിലിറ്റീസ് കവർ ചെയ്യാൻ, അല്ലെങ്കിൽ എൻ്റെ ഡിപ്പെൻഡൻസി കാരണം വരുന്ന ഇൻകം കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ് ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതിന് നേരെ മറിച്ച് ഞാനൊരു ഉത്തരം പറയാറുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് കാർ ഇൻഷുറൻസ് എടുക്കുന്നത്? കാരണം മോട്ടോർ ഇൻഷുറൻസ് എടുക്കാറുണ്ടല്ലോ. കാരണം മോട്ടോർ ഇൻഷുറൻസ് എടുക്കുന്നത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്, അല്ലാതെ കാരണം എല്ലായ്പ്പോഴും ആക്സിഡന്റ് സംഭവിക്കുന്നുള്ളത് ഉറപ്പില്ല. അതുപോലെ തന്നെയാണ് ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ കാരണം വരുന്ന ലൈബിലിറ്റീസ് അല്ലെങ്കിൽ ഇൻകം ലോസിന് കവറേജ് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ടേം ഇൻഷുറൻസ് എടുക്കേണ്ടത്. അത് നമ്മൾ മരിച്ചിട്ടില്ല എങ്കിൽ, ആ കവറേജിന് സമയത്തിനുള്ളിൽ നമ്മൾ മരിച്ചിട്ടില്ല എങ്കിൽ അത് ലാപ്സ് ആയി പോകും. അത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഉത്തരം. ചിലരപ്പം പറയും ടേം ഇൻഷുറൻസ് എടുത്താൽ അത് മരണപ്പെട്ടിട്ട് അത് കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടാവും. അതെ, നമ്മൾ ഒരുപാട് കേസുകൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് ഫ്രോഡുലന്റ് ആയിട്ടുള്ള കേസുകൾ. ഇപ്പോൾ പല സിനിമകളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കുറുപ്പ് എന്ന് പറയുന്ന ഒരു സിനിമയിൽ തന്നെ നിങ്ങൾ കണ്ടത് അതൊരു റിയാലിറ്റിയാണ്, നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പണ്ട് കാലങ്ങളിൽ ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ആ രീതിയിൽ ക്ലെയിം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ കാലഘട്ടത്തിൽ കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ വരുന്നത് കൊണ്ടും നോമിനിക്ക് കൃത്യമായിട്ടുള്ള ജെനുവിൻ ആയിട്ടുള്ള കേസുകളാണെങ്കിൽ ക്ലെയിം കിട്ടുന്നതാണ്, അല്ലാത്ത കേസുകൾ ഫ്രോഡുലന്റ് ആയിട്ട് റിജക്ട് ചെയ്യുന്നതുമാണ്. ഒരു ടേം ഇൻഷുറൻസും ലൈഫ് ഇൻഷുറൻസും എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ഒരു സാധാരണക്കാരന് ഇതിൽ നിന്ന് ഏതാണ് ലാഭം നൽകുക? ഓക്കെ, ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിന്, ഹ്യൂമൻ വാല്യൂവിനെ കവർ ചെയ്യുന്ന ഒരു കാര്യമാണ് ലൈഫ് ഇൻഷുറൻസ്. അതിലൊരു ചെറിയ പാർട്ട് മാത്രമാണ് ടേം ഇൻഷുറൻസ് പറയുന്നത്. ലൈഫ് ഇൻഷുറൻസ് എസ്പെഷ്യലി LICയിൽ അല്ലെങ്കിൽ മറ്റുള്ള പ്രൈവറ്റ് സെക്ടർ കമ്പനീസിലായാലും ഒരുപാട് പ്ലാനുകളുണ്ട്. അവിടെ കവറേജ് കുറവായിരിക്കും, കൂടുതലും സേവിങ്സിനായിരിക്കും അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സേവിങ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ്സിന് ഒരു ചെറിയൊരു എമൗണ്ട് കൊടുത്തിട്ട് കവറേജ് കുറഞ്ഞ് നമുക്ക് ഈ അടച്ചു കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ കവറേജ് തീരുന്ന സമയത്ത് ഒരു ലംസമായിട്ടുള്ള എമൗണ്ട് തിരിച്ച് കിട്ടുന്നതാണ്. അവിടെ ഡെത്തിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, നേരെ മറിച്ച് ഒരു സേവിങ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് പാർട്ടിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പണ്ട് കാലങ്ങളിൽ ഈ മ്യൂച്വൽ ഫണ്ടും അല്ലെങ്കിൽ ഡിമാറ്റ് ട്രേഡിംഗ് എന്നുള്ള കാര്യം ആക്സസബിൾ അല്ലാത്തൊരു സമയത്ത് LIC പോളിസീസ് അല്ലെങ്കിൽ ഇൻഷുറൻസ് പ്ലാൻസ് ആയിരുന്നു പ്രൈമർലി സേവിങ്സിനോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ്സിനോ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് ടേം ഇൻഷുറൻസ് ആണ് ആദ്യം എടുത്തു വെക്കേണ്ടത്. ടേം ഇൻഷുറൻസിലാണ് നമുക്ക് കവറേജ് കൂടുതൽ കിട്ടുന്നത്. ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇൻഷുർഡിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഇൻകം അല്ലെങ്കിൽ ലോസ് നികത്താൻ വേണ്ടി എപ്പോഴും ടേം ഇൻഷുറൻസ് ആണ് ഹെൽപ്ഫുൾ ആകുക. അവിടെയാണ് കവറേജ് കൂടുതൽ കിട്ടുക. ഇനി ഇൻവെസ്റ്റ്മെന്റ്സിന് വേണ്ടി എപ്പോഴും നമ്മൾ രണ്ടാമതായിട്ട് ഈ പറയുന്ന മ്യൂച്വൽ ഫണ്ടിലോ ഡിമാറ്റിലോ ട്രേഡിങ്ങിലോട്ടോ നമ്മൾ ഫണ്ട് മാറ്റിവെക്കുക എന്നുള്ളതായിരിക്കും ഞാൻ പറയുക. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു, ഈ ഇൻഷുറൻസ് എടുക്കുമ്പോൾ, ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഒരു പ്രായം നമ്മൾ നോക്കേണ്ടതുണ്ടോ? അത് ടേം ഇൻഷുറൻസിലേക്ക് വരുമ്പം അങ്ങനെ ഒരു പ്രായപരിധിയുണ്ട്. കുറഞ്ഞ പ്രായത്തിൽ ടേം ഇൻഷുറൻസ് എടുക്കുന്നതാണോ ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം? ഉറപ്പായിട്ടും കുറഞ്ഞ പ്രായത്തിൽ ടേം ഇൻഷുറൻസ് എടുക്കുക. ടേം ഇൻഷുറൻസ് എപ്പോഴാണ് എടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ, പഠിത്തം കഴിഞ്ഞിട്ട് നമ്മളൊരു ജോലിയിലോട്ട് പോകുന്നു, നമ്മൾ ഇൻകം ജനറേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു, നമ്മുടെ ഫാമിലി നമ്മളെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് തുടങ്ങുകയാണെങ്കിൽ ആ സമയത്ത് ഇൻഷുറൻസ് എടുത്ത് വയ്ക്കുക. അതായത് 22ാമത്തെ വയസ്സിലോ 24ാമത്തെ വയസ്സിലും നമുക്ക് ജോലി കിട്ടുകയാണെങ്കിൽ ആ സമയത്ത് തന്നെ ഇൻഷുറൻസ് എടുക്കാൻ ശ്രമിക്കുക.
കാരണം ഏറ്റവും പ്രായം കുറഞ്ഞ സമയത്താണ് ഏറ്റവും പ്രീമിയം കുറവുണ്ടാകും. ഓരോ വയസ്സ് മാറും തോറും പ്രീമിയം ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ എടുക്കുക. ആ സമയത്ത് മെഡിക്കൽ ടെസ്റ്റിന്റെ ആവശ്യങ്ങൾ വരില്ല, പ്രീമിയം കുറവായിരിക്കും. മുന്നോട്ട് പോകുമ്പോൾ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് മെഡിക്കൽ ടെസ്റ്റുകളും പ്രീമിയം കൂടാനുള്ള സാധ്യതകളും ഉണ്ട്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ പ്രീമിയം പോളിസി എടുക്കാൻ ശ്രമിക്കുക. ഏതെങ്കിലും ഒരു കമ്പനിയുടെ പോളിസി നല്ലതാണ് അങ്ങനെ സാറിന് തോന്നാറുണ്ടോ? ഒരിക്കലുമല്ല, എല്ലാ കമ്പനികളും നല്ലത് തന്നെയാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉള്ളത് ഈ ടേം ഇൻഷുറൻസിന്റെ ഒപ്പം തന്നെ ഒരുപാട് ആഡ് ഓൺസ്, അല്ലാതെ ഒരുപാട് ഓപ്ഷണൽ ബെനിഫിറ്റ്സ് തരുന്നുണ്ട്. അപ്പോൾ ഓരോ കമ്പനികളും ഓരോ രീതിയിലാണ് കവറേജസ് തരുന്നത്, ഓരോ ബെനിഫിറ്റ്സ് തരുന്നുണ്ട്. ഇപ്പൊ LIC അല്ലെങ്കിൽ XYZ എന്ന് പറയുന്ന മറ്റൊരു കമ്പനി തരുന്ന പോലെ ആയിരിക്കില്ല LIC തരുന്നത്. അപ്പോൾ ഓരോ കമ്പനിയും നമ്മുടെ ആവശ്യം എന്താണോ, നമുക്ക് എത്ര നാളത്തേക്ക് ഈ കവറേജ് വേണം. ചിലവർ 55 വയസ്സ് വരെ ആയിരിക്കും കവറേജ് ഉദ്ദേശിക്കുന്നത്. അതുവരെ അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ടാവുള്ളൂ, അതിനുശേഷം റിട്ടയർ ആകുന്നുണ്ടാവും. അപ്പോൾ അതുവരെ മാത്രം നമ്മൾ പോളിസി എടുക്കുക. അല്ലെങ്കിൽ 65 വയസ്സ് വരെ ആയിരിക്കും, ചിലവർക്ക് 80 വയസ്സ് വരെ വേണ്ടി വരും. അതിനനുസരിച്ച് വേണം നമ്മൾ പോളിസി എടുക്കാനായിട്ട്. ഇപ്പോൾ ഒരു വീട്ടില് എനിക്ക് മാത്രമേ വരുമാനം ഉള്ളൂ എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഞാൻ മാത്രം ടേം ഇൻഷുറൻസ് എടുത്താൽ മതിയോ? എൻ്റെ വീട്ടിൽ വരുമാനമില്ലാത്ത, ജോലിയില്ലാത്ത മറ്റു അംഗങ്ങളും ടേം ഇൻഷുറൻസ് എടുക്കേണ്ടതുണ്ടോ? അത് സമ്പാദ്യം പ്ലാൻ തെറ്റാനുള്ള ഒരു സാധ്യത ഉണ്ടാവില്ലേ? ഈ കാലഘട്ടത്തിൽ ഈ വരുമാനം മാത്രമല്ല, നമ്മളൊരു ലൈഫ് വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, എൻ്റെ വൈഫ് വർക്ക് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. വൈഫ് പക്ഷേ വീട്ടിലെ കാര്യങ്ങളിൽ ഇൻവോൾവ് ആണ്, ആളൊരു വാല്യൂ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹൗസ് വൈഫ് ആണെങ്കിലും അവിടെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്നതിന് പകരം ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആളുടെ അഭാവത്തിലും ഫാമിലിക്ക് ഒരു ഫിനാൻഷ്യൽ പ്രഷർ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പല ഇൻഷുറൻസ് കമ്പനികളും വീട്ടമ്മമാർക്കും, അതായത് ഹൗസ് വൈഫിനും പ്രൊപ്പോസൽ, അതായത് ഹസ്ബൻഡിൻ്റെ ഒപ്പം തന്നെ ഇൻഷുറൻസ് എടുക്കാൻ ഓപ്ഷൻസ് തരുന്നുണ്ട്. ആള് വർക്കിംഗ് അല്ല, ഹൗസ് വൈഫ് ആണെങ്കിലും ടേം ഇൻഷുറൻസ് എടുക്കാൻ ഓപ്ഷൻ തരുന്നുണ്ട്. നേരെ മറിച്ച് കുട്ടികൾക്ക് നമുക്ക് ടേം ഇൻഷുറൻസ് എടുക്കാൻ പറ്റത്തില്ല. ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള ഡിപ്പെൻഡന്റ് ആയിട്ടുള്ളവർക്ക് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. കുട്ടികൾക്ക് ടേം ഇൻഷുറൻസ് എടുക്കാൻ പറ്റത്തില്ല. അപ്പം ജോലി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു വരുമാനം കൃത്യമായി വന്നാൽ മാത്രമേ നമുക്ക് ടേം ഇൻഷുറൻസ് എടുക്കാൻ പറ്റൂ. അതെ, നമുക്ക് ഇൻകം ഉള്ളവർക്ക് മാത്രമാണ് ടേം ഇൻഷുറൻസ്. ഇൻകം കോമ്പൻസേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ടേം ഇൻഷുറൻസ്. അപ്പോൾ ഇൻകം ഉള്ളവർക്ക് മാത്രമാണ് നോർമലി ടേം ഇൻഷുറൻസ് കൊടുക്കുക. മിക്ക കമ്പനികളും ഒരു സർട്ടൈൻ ഇൻകം പ്രൂഫ് അല്ലെങ്കിൽ നമ്മുടെ ITR അല്ലെങ്കിൽ സാലറി സ്ലിപ്പ് വെച്ചിട്ടായിരിക്കും ഈ ടേം ഇൻഷുറൻസ് പ്രോസസ് ചെയ്യുന്നത്. അപ്പൊ കൃത്യമായിട്ടുള്ള ഇൻകം ഉള്ള ഒരാൾക്ക് കൃത്യമായിട്ടുള്ള ഫിനാൻഷ്യൽ ഡിക്ലറേഷൻ കൊടുക്കുന്നതിനനുസരിച്ചിട്ടാണ് ടേം ഇൻഷുറൻസ് എടുത്തു കൊടുക്കുന്നത്. ഇന്നത്തെ കാലത്തെ ഇപ്പൊ യൂട്യൂബ് പോലെയുള്ള മാധ്യമങ്ങളിലൂടെ വരുമാനം ഉണ്ടാക്കുന്ന യൂത്ത് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവില്ല, അപ്പൊ അവർക്കൊക്കെ ടേം ഇൻഷുറൻസ് ITR ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ പറ്റും? ഉറപ്പായിട്ടും നമുക്ക് എടുക്കാൻ പറ്റും. നമുക്ക് ഇൻകം കൃത്യമായിട്ടുള്ളത് കാണിച്ചാൽ മതി. ഫിനാൻഷ്യൽ ഡിക്ലറേഷൻ കൃത്യമായിരിക്കണം. അതിന് ഏറ്റവും നല്ല പ്രൂഫ് എന്ന് പറയുന്നത് ITR തന്നെയാണ്. ITR കാണിക്കുകയാണെങ്കിൽ നമുക്ക് ടേം ഇൻഷുറൻസ് എടുക്കാനുള്ള എലിജിബിലിറ്റി ഉണ്ട്. ഈ ഹോം ലോൺ അല്ലെങ്കിൽ കാർ ലോൺ ഒക്കെയുള്ള നിരവധി ആളുകൾ നമുക്കൊപ്പം ഉണ്ടാവുമല്ലോ. അവര് ടേം ഇൻഷുറൻസ് എടുക്കുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ടോ? അതെ, ടേം ഇൻഷുറൻസ് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻകം കോമ്പൻസേറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ലയബിലിറ്റീസ് കവർ ചെയ്യുന്നതാണ്. ഇപ്പം നമ്മൾ ഈ പറയുന്ന ലോൺ എന്ന് പറയുന്നത് ഹോം ലോൺ, കാർ ലോൺ, കുട്ടികളുടെ പഠിത്തം, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്കൊരു പ്ലാൻ ഉണ്ട്, ഒരു റിട്ടയർ ആയതിനു ശേഷം ഒരു ബിസിനസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളുടെ എമൗണ്ട് അനുസരിച്ചിട്ടായിരിക്കണം നമ്മുടെ ടേം ഇൻഷുറൻസിന്റെ കവറേജ് നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. നോർമലി നമ്മുടെ ആനുവൽ ഇൻകത്തിന്റെ 15 or 20 ടൈംസ് ആണ് ഒരു ടേം ഇൻഷുറൻസിന്റെ സം അഷ്യൂർഡ് നമ്മൾ തീരുമാനിക്കുന്നത്. അതിൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് എത്ര വയസ്സ് വരെ, അതായത് കുട്ടികൾ ഇൻഡിപെൻഡന്റ് ആവുന്ന ഒരു ഏജ് വരെ ആയിരിക്കണം നോർമലി ടേം ഇൻഷുറൻസ് എടുക്കേണ്ടത്. അപ്പോൾ ഹോം ലോൺ എത്ര നാളത്തേക്കുണ്ട്, എത്ര എമൗണ്ട് ആണ് അത് നമുക്ക് ബാലൻസ് ഉള്ളത് അല്ലെങ്കിൽ പെൻഡിങ് ഉള്ളത്, കാർ ലോൺ എത്രയുണ്ട്, കുട്ടികളുടെ ഏജ് എത്രയാണ് വരുന്നത്, ഈ കാര്യങ്ങൾ അനുസരിച്ചിട്ടായിരിക്കണം നമ്മുടെ ടേം ഇൻഷുറൻസിൽ കവറേജും അതുപോലെ തന്നെ എമൗണ്ട് നമ്മൾ തീരുമാനിക്കാനായിട്ട്. ഓക്കെ, ഇപ്പം നമ്മൾക്കറിയാം നമ്മൾ പണം അടയ്ക്കുന്നു, കാലാവധി കഴിയുമ്പോൾ പണം തിരികെ കിട്ടുന്ന കുറേയധികം പദ്ധതികളുണ്ട്. അപ്പം ആ പദ്ധതികൾ തിരഞ്ഞെടുക്കുന്നതാണോ അത് ടേം ഇൻഷുറൻസ് തന്നെ തിരഞ്ഞെടുക്കുന്നതാണോ ഓരോ സാധാരണക്കാരന് ലാഭം? പ്യുവർ ടേം പ്ലാൻ എന്ന് പറയുന്നത് റിട്ടേൺസ് ഒന്നും ഉണ്ടാവില്ല, അത് പ്യുവർ പ്രൊട്ടക്ഷൻ ആണ്. അവിടെ നമുക്ക് സേവിങ്സോ ഇൻവെസ്റ്റ്മെന്റോ അല്ലെങ്കിൽ റിട്ടേൺസ് ഓൺ പ്രീമിയം ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ചില കമ്പനികൾ റിട്ടേൺ ഓഫ് പ്രീമിയം പ്ലാൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ തരുന്നുണ്ട്. അതായത് 65 വയസ്സ് വരെയാണ് ഞാനിപ്പോൾ ടേം ഇൻഷുറൻസ് എടുക്കുന്നതെന്ന് വിചാരിക്കാം. 65ാമത്തെ വയസ്സ് വരെ എനിക്കൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ ആ അടച്ച പ്രീമിയം എനിക്ക് 65ാമത്തെ വയസ്സിൽ തിരിച്ചു കിട്ടാം. പക്ഷെ അതിനൊരു ഡിസഡ്വാൻറ്റേജ് വരുന്നത് നമ്മുടെ നോർമൽ ടേം ഇൻഷുറൻസ് പ്ലാനുകളെക്കാളും പ്രീമിയം 3-4 ഇരട്ടി കൂടുതലായിരിക്കും. മിനിമം ഒരു 50% എങ്കിലും വ്യത്യാസം വരും. അപ്പൊ നമ്മൾ ആ അടയ്ക്കുന്ന എക്സ്ട്രാ പ്രീമിയത്തിനനുസരിച്ച് നമുക്ക് അത്രയും റിട്ടേൺ കിട്ടുന്നില്ല. കാരണം നമുക്ക് ഈ പറയുന്ന പോലെ 15 or 20 ഇയേഴ്സിന് ശേഷമാണ് അത് റിട്ടേൺ കിട്ടുന്നത്. ടൈം വാല്യൂ ഓഫ് മണി അനുസരിച്ചിട്ട് നമുക്കിത് നഷ്ടമായിരിക്കും. ആ എമൗണ്ട് നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിലോട്ടോ ഡിമാറ്റിലോട്ടോ ട്രേഡിങ്ങിലോട്ടോ യൂസ് ചെയ്യുക. അതായിരിക്കും ഞാൻ സജസ്റ്റ് ചെയ്യുക.
ഓക്കെ, കൃത്യമായിട്ട് സാറിന് ഒരു സേവിങ്സ് പ്ലാൻ കൂടി അവിടെ പറയാനുണ്ട്. അതെ അതെ അതെ, നമ്മുടെ സേവിങ്സിന്റെ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസ്. നമ്മൾ ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ടിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഡിമാറ്റിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ടേം ഇൻഷുറൻസ് എടുത്ത് വെക്കണം. അല്ലെങ്കിൽ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എല്ലാം ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ, അഥവാ ഈ ഒരു റിസ്ക് വരുമ്പോഴത്തേക്കും ഇതെല്ലാം വാനിഷ് ആയി പോകും. അപ്പോൾ ആദ്യം നമ്മൾ എടുത്ത് വെക്കേണ്ടത് ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസ് ആണ്. അതിനുശേഷമായിരിക്കണം നമ്മൾ ഇൻവെസ്റ്റ്മെന്റിലോട്ട് പോകേണ്ടത്, അത് ഏതൊരു പ്രൊഡക്റ്റ് ആയാലും. അതായത് ഫിനാൻഷ്യൽ പ്ലാനിങ് നടത്തുമ്പോൾ ആദ്യം നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് സ്റ്റെപ്പാണ്, ടേം ഇൻഷുറൻസും എടുത്തതിന് ശേഷമാണ് നമ്മൾ മറ്റ് പ്ലാനിങ്ങിലേക്ക് പോകേണ്ടത്. ഓക്കെ, ഇനിയിപ്പം മറ്റൊരു ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ ചോദിച്ചിരുന്നു, ഒത്തിരി കമ്പനികൾ നമുക്ക് ചുറ്റും അവൈലബിൾ ആണ് ഇൻഷുറൻസ് പോളിസികൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഒരു സാധാരണക്കാരൻ എങ്ങനെയാണ് ഇതാണ് മികച്ച കമ്പനി എന്ന് തിരിച്ചറിയുക? ചിലപ്പോൾ നമ്മുടെ അടുത്തേക്ക് ആ കമ്പനിയുടെ ആഡൊക്കെ വരുമ്പോഴാണല്ലോ നമ്മൾ ഇത് നല്ലതാണെന്ന് തിരിച്ചറിയുക. പക്ഷെ നമുക്ക് വേണ്ട പോളിസി ആയിരിക്കില്ല അവിടെ ഉണ്ടാവുക. ചിലർക്ക് അറിവില്ലാത്തതുണ്ടാവും, ഒരാൾ പറയുന്നതിൽ വിശ്വസിച്ചിട്ടൊക്കെ പോളിസികൾ എടുക്കുമല്ലോ. നമുക്ക് എങ്ങനെ തിരിച്ചറിയാം ഇതാണ് എനിക്ക് വേണ്ട പോളിസി എന്ന്? പോളിസി കമ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ ഈ പ്രൊട്ടക്ഷൻ പ്ലാനുകൾ കമ്പയർ ചെയ്യാൻ എല്ലായ്പ്പോഴും 4-5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ. 2, ക്ലെയിം എമൗണ്ട് സെറ്റിൽമെന്റ് റേഷ്യോ, എത്രത്തോളം ക്ലെയിം കൊടുത്തു എന്നുള്ളത്. 3, സോൾവൻസി, ആ കമ്പനി എത്രത്തോളം പ്രോഫിറ്റബിൾ ആണ്, അല്ലെങ്കിൽ കമ്പനിക്ക് നാളെ നമ്മുടെ ക്ലെയിം തിരിച്ചു തരാൻ പറ്റുമോ എന്നുള്ള ഒരു സോൾവൻസി റേഷ്യോ. 4, ആ കമ്പനിയുടെ ഡിജിറ്റൽ പ്രസൻസ്, നാളെ നമ്മളില്ലാത്ത സമയത്ത് നമ്മുടെ ക്ലെയിം ഡിജിറ്റലി സെറ്റിൽ ചെയ്യാനുള്ള എബിലിറ്റി ഉള്ളൊരു കമ്പനിയാണോ എന്ന് ചെക്ക് ചെയ്യുക. 5, അതിൻ്റെ ബ്രാൻഡിനനുസരിച്ചിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മളൊരു ടേം ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യാനായിട്ട്. പിന്നെ ഒബ്വിയസ്ലി ഫീച്ചേഴ്സ് ചെക്ക് ചെയ്യുക, അതിൻ്റെ ബെനിഫിറ്റ്സ്, നാളെ നമുക്ക് എന്തൊക്കെ കവറേജസ് കിട്ടുമെന്നുള്ളത് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ പ്രീമിയം ഒരു ഫാക്ടർ തന്നെയാണ്, പ്രീമിയം കൂടി കമ്പയർ ചെയ്തിട്ട് വേണം ടേം ഇൻഷുറൻസ് എടുക്കാനായിട്ട്. സാർ ഇപ്പം സംസാരിച്ചല്ലോ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഒരു കമ്പനി തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ എത്രയായിരിക്കണം? ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. ഇപ്പം 100 ക്ലെയിമുകളാണ് ഒരു കമ്പനിക്ക് വരുന്നതെന്ന് വിചാരിക്കാം. അതിൽ 90 ക്ലെയിമുകൾ അവർ പേ ചെയ്യുന്നുണ്ട്, ബാക്കി 10 ക്ലെയിമുകൾ പല കാരണങ്ങളാൽ അവർ റിജക്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. 90 ക്ലെയിമുകൾ, 100 ക്ലെയിമുകളിൽ 90 ക്ലെയിമുകൾ അവർ പേ ചെയ്യുകയാണെങ്കിൽ അവരുടെ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 90% ആണ്. നോർമലി ടേം ഇൻഷുറൻസിൽ അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസിൽ ഒട്ടുമിക്ക കമ്പനികൾക്കും 95% മുകളിൽ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ഉണ്ട്. കാരണം ഇവിടെ ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ് തടയാൻ ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ട്. മാത്രമല്ല കൃത്യമായിട്ടുള്ള മെഡിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ ഡിക്ലറേഷനിൽ മാത്രമാണ് ടേം ഇൻഷുറൻസ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മിക്ക കമ്പനികൾക്കും, ബ്രാൻഡഡ് ആയിട്ടുള്ള മിക്ക കമ്പനികൾക്കും ഇൻക്ലൂഡിങ് LIC, നമുക്ക് 95% മേളിൽ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ബാധകമാണ്. പക്ഷേ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ മാത്രം നോക്കിയിട്ടായിരിക്കരുത് നമ്മൾ ടേം ഇൻഷുറൻസ് എടുക്കുന്നത്. നമുക്ക് ആവശ്യമായിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഇൻഷുറൻസ് എടുക്കാനായിട്ട്. ഇപ്പം LICയിൽ നിന്ന് ഇൻഷുറൻസ് എടുക്കുന്നതാണോ അതോ സ്വകാര്യ കമ്പനികളിൽ നിന്ന് ഏതെങ്കിലും ഇൻഷുറൻസ് എടുക്കുന്നതാണോ ഒരു മികച്ച തീരുമാനം? ഇതെനിക്ക് ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നത് ഈ ഒരു സെക്ടറിൽ നിന്നാണ്. LIC ആണോ നല്ലത് അല്ലെങ്കിൽ വേറെ കമ്പനീസ് ആണോ നല്ലത്? കാരണം LIC അത്ര നാളത്തെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു സെയിൽസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളൊരു കമ്പനിയാണ്. അത് മാത്രമല്ല ഒരുപാട് പ്രൊഡക്ട്സ് അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ നോർമലി ഒരു സാധാരണ കസ്റ്റമറിന് ഇതൊരു കൺഫ്യൂഷനായിട്ട് മാറും. ഞാനിതൊരു ഉത്തരമായിട്ട് പറയുന്നത്, LIC ആയാലും മറ്റേത് പ്രൈവറ്റ് സെക്ടറിലെ കമ്പനി ആണെങ്കിലും IRDAയുടെ ഫ്രെയിം വർക്കിന് താഴെ വരുന്ന കമ്പനീസാണ്. ഇന്ത്യയിൽ ഇൻഷുറൻസിന് ഒരു റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി ഉണ്ട്. ആ അതോറിറ്റിയുടെ കീഴിൽ മാത്രമാണ് എല്ലാ കമ്പനികൾക്കും വർക്ക് ചെയ്യാൻ പറ്റുക. ഇതൊരു ലീഗൽ ഫ്രെയിം വർക്ക് ഉണ്ട്. നാളെ നമ്മൾ പോളിസി എടുക്കുന്നതും ഈ ഫ്രെയിം വർക്കിന് കീഴിലാണ്, നാളെ ക്ലെയിം ചെയ്യാൻ പോകുന്നതും ഈ ഫ്രെയിം വർക്കിന് കീഴിലാണ്. ഈ ക്ലെയിം റിജക്റ്റ് ആയി കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാനും ഈ ഫ്രെയിം വർക്ക് നമ്മളെ സഹായിക്കും. അപ്പോൾ ഏതൊരു കമ്പനിയിൽ നിന്ന് പോളിസി എടുക്കുന്നതിലും തെറ്റില്ല. നമുക്ക് ആവശ്യമായിട്ടുള്ള ബെനിഫിറ്റ്സ് സെർച്ച് ചെയ്യുക, കമ്പയർ ചെയ്യുക, എടുക്കുക എന്നുള്ളതായിരിക്കും ഞാൻ പറയാം. ChatGPTയിലൊക്കെ ഇട്ട് കമ്പയർ ചെയ്താൽ മതിയാവുമോ? ChatGPTയിൽ കമ്പയർ ചെയ്യുന്നതിനേക്കാളും നല്ലത് നമ്മൾ നല്ലൊരു ഏജന്റ് ത്രൂ. ഓൺലൈൻ കമ്പയർ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ ഓൺലൈനിൽ പല കാര്യങ്ങളും നമ്മൾ മാർക്കറ്റിംഗ് ബേസ് ആയിട്ടായിരിക്കും. കാരണം ഒരു കമ്പനി അവരുടെ മാർക്കറ്റിങ്ങിന് സംബന്ധമായിട്ട് കുറച്ച് ഡിജിറ്റൽ കാര്യങ്ങളിലോട്ട് വന്നിട്ടായിരിക്കും ഈ പറയുന്ന ChatGPTയിലായാലും മറ്റ് ഏതെങ്കിലും സോഫ്റ്റ്വെയറിലായാലും സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം അവരുടെ പേര് വരുന്നത്. അതിനേക്കാളും നല്ലത് നമുക്ക് ആവശ്യമായിട്ടുള്ള ബെനിഫിറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യാൻ നമുക്ക് എല്ലായ്പ്പോഴും ഹെൽപ്ഫുൾ ആകുന്നത് ഏജന്റാണ്. ഇപ്പോൾ ഓഫ്ലൈൻ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ഏതെങ്കിലും ഏജന്റ് നിങ്ങൾക്ക് ഓൺലൈനിൽ ത്രൂ തന്നെ കണ്ടുപിടിക്കാം. ആ ഏജന്റിനോട് ഡയറക്റ്റ് സംസാരിക്കുക, എന്തൊക്കെയാണ് നമ്മുടെ ആവശ്യങ്ങൾ, എത്ര വയസ്സ് വരെയാണ് കവറേജ് വരേണ്ടത്. അദ്ദേഹം കൃത്യമായിട്ടുള്ളൊരു പോളിസി സെലക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നാളെ നേരെ മറിച്ച് റിന്യൂവലിൻ്റെ സമയത്തും ക്ലെയിമിൻ്റെ സമയത്തും നമ്മുടെ നോമിനിയെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ക്ലെയിമും എളുപ്പമായിട്ട് നേടാൻ അദ്ദേഹം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഏജന്റിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. ഇല്ല, ഓൺലൈനിൽ കിട്ടുന്ന എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ത്രൂ എടുക്കുക. ഓൺലൈനിൽ നമുക്കൊരു അഡ്വാൻറ്റേജ് വരുന്നത് 5-10% പ്രീമിയം കുറവായിരിക്കും ഇന്റർമീഡിയറി ഇല്ലാത്തത് കൊണ്ട്.
പക്ഷേ ഡിസഡ്വാൻറ്റേജ് വരുന്നത് നാളെ നോമിനീനെ ക്ലെയിമിൻ്റെ സമയത്ത് ഹെൽപ്പ് ചെയ്യാൻ ഒരു ടോൾ ഫ്രീ മാത്രമായിരിക്കും വരുന്നത്. അതുകൊണ്ട് ഏജന്റിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. ഓൺലൈൻ എടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഓൺലൈൻ എടുക്കുന്നത് നല്ലത് തന്നെയാണ്. അതായത് നമ്മൾ ഓൺലൈൻ എടുക്കണോ, അടുത്ത ക്വസ്റ്റ്യൻ അത് തന്നെയായിരുന്നു, ഓൺലൈൻ എടുക്കണോ അത് ഏജന്റ് വഴി എടുക്കണോ എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ ഓൺലൈൻ വഴി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുക ഒരു ടോൾ ഫ്രീ നമ്പർ ആയിരിക്കും ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് അതിനകത്തൊരു ഡിസ്അഡ്വാൻറ്റേജ് ഉള്ളത്. അതെ, ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് പോയിന്റ് ഓഫ് കോൺടാക്ട് ഉണ്ടാവില്ല. നമ്മൾ ആരെയാണ് ഇതിനു വേണ്ടി കോൺടാക്ട് ചെയ്യേണ്ടത്? എസ്പെഷ്യലി ഈ ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെങ്കിൽ ടേം ഇൻഷുറൻസ് എന്ന് പറയുന്ന കാര്യം ഫാമിലി എപ്പോഴും ഒരു ഡിസ്ട്രെസ്സിലായിരിക്കും, അവരൊരു ടെൻഷനിലായിരിക്കും. ആ സമയത്ത് ഈ ടോൾ ഫ്രീയിൽ വിളിച്ചിട്ട് ഇത് ഇൻറ്റിമേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ ഡോക്യുമെന്റ്സ് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. ഒരു ഏജന്റ് ത്രൂ എടുക്കുകയാണെങ്കിൽ ഇത് ഏജന്റിന് സ്വന്തമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഏജന്റിന് ഡയറക്റ്റ് വിളിച്ച് ഡോക്യുമെന്റ്സ് മേടിച്ച് അത് ക്ലിയർ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. എല്ലായ്പ്പോഴും ഏജന്റ് ത്രൂ എടുത്തു കഴിഞ്ഞാൽ ഒരു ബെനിഫിറ്റ്സ് ഇത് തന്നെയാണ്. ഈ ഏജന്റുമാർ LIC അല്ലെങ്കിൽ ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ തട്ടിപ്പിന് ഇരയാക്കും എന്ന് ഭയങ്കരമായിട്ട് കേൾക്കാറുണ്ട്. അപ്പോൾ ഒരു സാധാരണക്കാരന്റെ മനസ്സിൽ ഇപ്പോഴും അതൊരു പേടിയുണ്ട്. ഏജന്റിന് ഇപ്പം ചിലപ്പോൾ ഇതുണ്ടാവും, ടാർഗറ്റ് ഉണ്ടാവും, അതിനുവേണ്ടി അവർ ഏതെങ്കിലും പ്രൊഡക്റ്റ് ആണ് നമുക്ക് തരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ പറയാറുണ്ട്, കേൾക്കാറുമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കൺഫ്യൂഷനും സാധാരണക്കാരന്റെ ഉള്ളിൽ ഉണ്ടാവില്ലേ? കൺഫ്യൂഷൻ ഉണ്ടാകും. പക്ഷെ ഇപ്പൊ ഇത് ഓപ്പൺ സ്ട്രക്ചർ ആണ്. അതായത് നമ്മൾ മേടിക്കുന്ന പോളിസിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന പോളിസിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഓൾറെഡി നമ്മുടെ ഇപ്പൊ LIC ത്രൂ ആണ് എടുക്കുന്നെങ്കിൽ LICയുടെ സൈറ്റിൽ ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം അവൈലബിൾ ആണ്. അപ്പൊ ആ ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്യുക. ഏജന്റ് പറയുന്ന കാര്യം ഇത് തന്നെയാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് അതിൽ ത്രൂ തന്നെ പോളിസി എടുക്കുക എന്നുള്ളതായിരിക്കും ഞാൻ പറയാം. പണ്ട് കാലത്ത് ഇൻഫോർമേഷൻ നമുക്ക് അവൈലബിൾ അല്ല. ഏജന്റ് പറയുന്നത് മാത്രമാണ് നമുക്ക് അറിയാം. എന്താണ് പോളിസി, എന്തൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ്, നാളെ എന്ത് കിട്ടും എന്നുള്ളത് നമുക്ക് അറിയില്ല. ടേം ഇൻഷുറൻസിന്റെ ഏറ്റവും പ്രത്യേകത നമുക്ക് ക്ലെയിം കിട്ടുക എന്നുള്ളതാണ്. നമ്മുടെ ഡിസ്ട്രസിന്റെ സമയത്ത് ആ സമയത്ത് ക്ലെയിം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ഏജന്റ് പറയുന്നത് മാത്രമാണ് നമുക്കറിയാം, വേറൊന്നും നമുക്കറിയില്ല. ഇപ്പൊ പക്ഷെ എല്ലാവർക്കും അവയർനെസ് ഉണ്ട്. എന്താണ് ടേം ഇൻഷുറൻസ് എന്നുള്ളതും എങ്ങനെയാണ് കവറേജ് വരിക എന്നുള്ളതും ഏത് സമയത്ത് എങ്ങനെയാണ് ക്ലെയിം ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു 50% എങ്കിലും നമുക്ക് അവയർനെസ് ഉണ്ട്. പിന്നെ ആ പ്രോസസ്സ് നടത്തുക എന്നുള്ളത് മാത്രമാണ് ഏജന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഡ്യൂട്ടി വരുന്നത്. കൃത്യമായിട്ട് കമ്പയർ ചെയ്ത് പ്രൊഡക്റ്റ് കൊടുക്കുക എന്നുള്ളത് പ്രൈമറി ഡ്യൂട്ടി ആയിട്ട് വരുന്നു. അപ്പോൾ ഒട്ടുമിക്ക പ്രൊഫഷണൽ ഏജൻസും ഇത് സെയിൽസ് ആയിട്ട് കണക്കാക്കില്ല, ഇതൊരു സർവീസ് ആയിട്ട് തന്നെ കണക്കാക്കുള്ളൂ. പക്ഷേ കമ്മീഷന് വേണ്ടി മാത്രം വർക്ക് ചെയ്യുന്നവരും ഉണ്ട്, ഇല്ലാന്നില്ല. അവര് നമുക്ക് ആവശ്യമല്ലാത്ത പ്രൊഡക്ട്സ് വരെ നമുക്ക് സെല്ല് ചെയ്ത് പോകാറുമുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ളതാണോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കമ്പയർ ചെയ്ത് മേടിക്കാം. അത് അവെയർ ആയിരിക്കണം നമ്മൾ, അത്രയേ ഉള്ളൂ. ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിച്ചോട്ടെ, അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഓൺലൈനിൽ കമ്പയർ ചെയ്തതിന് ശേഷം നമുക്കൊരു ഏജന്റിന്റെ അടുത്ത് അപ്രോച്ച് ചെയ്താൽ അതൊരു നല്ല തീരുമാനമായിരിക്കും. അതെ, ഇപ്പോൾ ഓൺലൈനിൽ കമ്പയർ ചെയ്യുന്നതിന് പകരം ഡയറക്റ്റ് ഏജന്റ് ത്രൂ ആയാലും കമ്പയർ ചെയ്യാം. ഒട്ടുമിക്ക ആൾക്കാരും ഇത് ഡയറക്റ്റ്ലി കമ്പയർ ചെയ്ത് തരുന്നവർ തന്നെയാണ്. അതിന്റെ ഫീച്ചേഴ്സ് കൃത്യമായിട്ട് നമുക്ക് ഷെയർ ചെയ്ത് തരുന്ന രീതിയിലുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഏജൻസ് തന്നെയാണ്. അതിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ഏജൻസിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഓൺലൈൻ മീഡിയം ത്രൂ തന്നെയാണ് അവർ ഡീറ്റെയിൽസ് അയച്ചു തരുന്നത്. പണ്ട് നമ്മൾ വീട്ടിൽ വന്നിരുന്ന പ്രൊപ്പോസൽ ഫോം ഫില്ല് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് ഓൺലൈനായിട്ട് ലിങ്കിലൂടെ അവർ ഷെയർ ചെയ്ത് തരും. അതിൽ ഡീറ്റെയിൽസ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ എല്ലായ്പ്പോഴും ഈ പറയുന്ന ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നമ്മൾ കമ്പയർ ചെയ്യാൻ ഇരിക്കേണ്ട ആവശ്യമില്ല. ഒരു ഏജന്റിന്റെ അടുത്ത് സംസാരിക്കുകയാണെങ്കിൽ അവർ തന്നെ അതിന് റെഡി ആയിട്ടുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു തരും. ടേം ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മളോട് കമ്പനികൾ പറയുമല്ലോ മെഡിക്കൽ ചെക്കപ്പ് നടത്താൻ വേണ്ടിയിട്ട്. മെഡിക്കൽ ചെക്കപ്പ് നടത്താതെ നമ്മളൊരു ടേം ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുന്നിലുണ്ടാകുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? കമ്പനി മെഡിക്കൽ ചെക്കപ്പ് പറയുകയാണെങ്കിൽ അത് നിർബന്ധമായിട്ടും ചെയ്യണം. അതില്ലാതെ നമുക്ക് ടേം ഇൻഷുറൻസ് എടുക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ്. പ്രായം കുറഞ്ഞവർക്ക്, സമ്മർഷോട് കുറഞ്ഞവർക്ക് അല്ലെങ്കിൽ NRIസിനൊക്കെ നോർമലി മെഡിക്കൽ ചെക്കപ്പുകൾ ആവശ്യം വരാറില്ല. കാരണം അതിൻ്റെ കോസ്റ്റ് കൂടുതലായിരിക്കും. മാത്രമല്ല അസുഖങ്ങൾ വരാനുള്ള സാധ്യതകൾ കുറവായിരിക്കും. അപ്പോൾ പ്രായം കൂടിയവർക്കാണ്, ഇപ്പോൾ ഒരു 30 വയസ്സിന് മുകളിലാണ് അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ഇൽനെസ് ഉള്ള ഒരാളാണ്, BMI വ്യത്യാസം, അതായത് നമ്മുടെ ഹൈറ്റ് വെയിറ്റ് ഒക്കെ നമ്മുടെ ഏജിനനുസരിച്ചിട്ടല്ല എങ്കിൽ ഉറപ്പായിട്ടും ചെക്കപ്പ് കമ്പനി നിർദ്ദേശിക്കും. അത് ഉറപ്പായിട്ടും ചെയ്യാം. ഈ ഹെൽത്ത് ചെക്കപ്പ് അല്ലെങ്കിൽ മെഡിക്കൽ ചെക്കപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാലൊരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നാളെ ക്ലെയിമിൻ്റെ സമയത്ത് അവർക്ക് റിജക്റ്റ് ചെയ്യാനുള്ള റീസൺസ് കുറവാണ്. കാരണം ഓൾറെഡി നമ്മുടെ മെഡിക്കൽ ഡിക്ലറേഷൻ ഹെൽത്ത് ചെക്കപ്പിലൂടെ തന്നെ അവർ മനസ്സിലാക്കി കഴിഞ്ഞു. നാളെ ഒരു ക്ലെയിം റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഉറപ്പായിട്ടും കമ്പനി മെഡിക്കൽ ചെക്കപ്പ് പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് ചെയ്തിട്ട് തന്നെ പോളിസി എടുക്കാൻ ശ്രമിക്കുക. സാർ, ഇപ്പൊ NRIസിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, NRIs ടേം ഇൻഷുറൻസ് എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? NRIസിന് ഒരു റെസിഡന്റ് ഇൻഡിവിജ്വൽ എടുക്കുന്ന പോലെ തന്നെയാണ് NRIയും ടേം ഇൻഷുറൻസ് എടുക്കുന്നത്. അതിൽ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അവർക്ക് ഇൻകമിന് അനുസരിച്ചിട്ട് കൂടുതൽ കവറേജ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. മാത്രമല്ല ക്ലെയിമിന്റെ സമയത്ത് ഇപ്പൊ NRI പുറം രാജ്യത്ത് വെച്ചിട്ടാണ് മരണപ്പെടുന്നതെങ്കിൽ നാട്ടിലുള്ള നോമിനിക്ക് അത് ക്ലെയിം ചെയ്യാൻ പറ്റും. ഡോക്യുമെന്റ്സിൽ
കുറച്ച് വ്യത്യാസം വരുമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ നാട്ടിൽ ഫയൽ ചെയ്യുന്ന ഡോക്യുമെന്റ്സിൽ നിന്ന് കുറച്ച് വ്യത്യാസം വരുമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു റെസിഡന്റ് ഇൻഡിവിജ്വൽ എങ്ങനെയാണോ പോളിസി എടുക്കുന്നത് സെയിം പ്രൊസീജിയർ തന്നെയാണ് ഒരു NRI പോളിസി എടുക്കുന്നതും. ചെറിയ ചെറിയ ഡോക്യുമെന്റേഷൻസിന്റെ ഡിഫറൻസ് എന്നല്ലാതെ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. കവറേജ് സെയിം തന്നെയായിരിക്കും. ഏത് രാജ്യത്താണോ ഇപ്പൊ അവരായിരിക്കുന്നത് അവിടുന്ന് ടേം ഇൻഷുറൻസ് എടുക്കുന്നതാണോ അതോ ഇന്ത്യയിൽ നിന്ന് ടേം ഇൻഷുറൻസ് എടുക്കുന്നതാണോ അവർക്ക് ഫിനാൻഷ്യലി ബെനിഫിറ്റ് ഉണ്ടാവുക? ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇന്ത്യയിലാണ് നമുക്ക് ടേം ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ വ്യത്യാസത്തിൽ കുറവ് വരുന്നത്. മറ്റുള്ള രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പം മിഡിൽ ഈസ്റ്റിലാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും US-ലാണെങ്കിലും ടേം ഇൻഷുറൻസിന്റെ പ്രീമിയം നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറവ് ഇന്ത്യയിലാണ്. രാജ്യങ്ങളിൽ അവർക്ക് ഡിമാൻഡ് കൂടുതലായതുകൊണ്ട് തന്നെ, അതായത് ഒട്ടുമിക്ക ആൾക്കാർ 90% മേളിലും ടേം ഇൻഷുറൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻസ് എടുത്ത് വെക്കുന്ന ആൾക്കാരായതുകൊണ്ട് കമ്പാരിറ്റീവ്ലി പ്രീമിയം കൂടുതലാണ്. ഇവിടെ നമുക്ക് അത്രയും അവയർനെസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി പ്രീമിയം കുറവാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ ഒരു ടേം ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ കുറേയധികം പേപ്പറിലാണല്ലോ ഒപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഒരു സാധാരണക്കാരന് തെറ്റുപറ്റാൻ സാധ്യതയുള്ളത് ഏതൊക്കെ മേഖലകളിലാണ്? നോർമലി ഈ ഒരു സെക്ഷനിലാണ് ഏറ്റവും അധികം ഫ്രോഡുലന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നത്. കാരണം ഏജന്റ് വന്ന് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ഫില്ല് ചെയ്യും, അല്ലെങ്കിൽ ഓൺലൈനിലുള്ള ആൾക്കാർ പ്രപ്പോസൽ ഫോം, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോം ഉണ്ട്, ആ ഫോം ഫില്ല് ചെയ്യും. പക്ഷെ നമ്മൾക്കുള്ള റിയാലിറ്റി അവർ ചോദിച്ച് മനസ്സിലാക്കില്ല. ഫോർ എക്സാമ്പിൾ ഒരു പ്രപ്പോസൽ ഫോം ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ മെഡിക്കൽ ഡിക്ലറേഷനും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇൻകം അതുപോലെ തന്നെ നമ്മുടെ ലയബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതും വേറെ ഇൻഷുറൻസ് ഉണ്ടോ എന്നുള്ളതാണ് ഫിനാൻഷ്യൽ ഡിക്ലറേഷൻ ഉദ്ദേശിക്കുന്നത്. ഈ കാര്യങ്ങൾ കൃത്യമായിട്ടില്ലെങ്കിൽ നാളെ ക്ലെയിം വരുമ്പോഴത്തേക്കും ഇത് റിജക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. പോളിസി എടുത്തയാണ്, ഇപ്പൊ ഞാൻ പോളിസി എടുത്തു, ഞാൻ മരണപ്പെട്ടു, അപ്പൊ ആ പണം വേഗം എന്റെ വീട്ടുകാർക്ക് കിട്ടണം. അപ്പം ഞാൻ അതിന് നേരത്തെ എന്തെങ്കിലും മുൻകരുതലുകൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമോ? അതെ, ഉറപ്പായിട്ടും നമ്മൾ ടേം ഇൻഷുറൻസ് എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ നോമിനി അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുടെ അടുത്ത് എപ്പോഴും പറഞ്ഞു വെക്കാം. നമ്മൾ ടേം ഇൻഷുറൻസ് ഇത്ര കവറേജിന് എടുത്ത് വെച്ചിട്ടുണ്ട്, ഇത്ര ഇയേഴ്സിനാണ് എടുത്ത് വെച്ചിരിക്കുന്നത്, അത് എങ്ങനെ ക്ലെയിം ചെയ്യണം എന്നുള്ളത് ഏജന്റിനെ കോൺടാക്ട് ചെയ്യാൻ അവർക്കും ഇത് അവയർനെസ് അല്ലെങ്കിൽ അവർക്കും ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കൊടുക്കുക. നാളെ നമ്മുടെ അഭാവത്തിൽ ഈ പറയുന്ന ടേം ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ വേണ്ടി അവർ കമ്പനിയുടെ പുറകെ നടക്കേണ്ട ഒരു ആവശ്യം വരില്ല. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഇത് നമ്മൾ പണ്ട് കാലങ്ങളിൽ ഇതിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കാൻ പലവർക്കും ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും ഞാൻ പറയുകയാണെങ്കിൽ ഒരു വീട്ടിലാണെങ്കിൽ ഭർത്താവ് ഉറപ്പായിട്ടും ഫാമിലിയുടെ അടുത്ത്, ഭാര്യയുടെ അടുത്തും മുതിർന്ന കുട്ടികളുടെ അടുത്തും ഇത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. കാരണം നാളെ അഭാവത്തിൽ അവർക്കൊരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. മാരേജ് കഴിഞ്ഞ പുരുഷന്മാർ MWP ആക്ട് പ്രകാരം പോളിസി എടുക്കണം എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഓക്കെ, ഇതിൽ ആദ്യം നമ്മൾ MWP ആക്ട് എന്താണെന്നുള്ളത് പറയാം. മാരേജ് വുമൻസ് പ്രോപ്പർട്ടി ആക്ട് എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. ഈ ആക്ടിൻ്റെ സെക്ഷൻ 6 പ്രകാരം ഒരു ലൈഫ് ഇൻഷുറൻസിൻ്റെ പേ ഔട്ട്, അതായത് ക്ലെയിമിൻ്റെ സമയത്ത് വരുന്ന ആ പേ ഔട്ട് മാരീഡ് വുമൺ, അതായത് ഈ ഇൻഷുർഡിൻ്റെ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ കുട്ടികൾക്കോ, ഭാര്യ ഇല്ലെങ്കിൽ കുട്ടികൾക്ക് മാത്രമാണ് അവകാശമുള്ളത് എന്നുള്ളതാണ് സ്ഥിരീകരിക്കുന്നത്. അത് ടിക്ക് ചെയ്തിട്ടാണ് നോർമലി നമ്മൾ ഒരു ടേം ഇൻഷുറൻസിന്റെ പ്രപ്പോസൽ ഫോം ഫില്ല് ചെയ്യുന്നത്. അത് പ്രകാരം നമുക്ക് ബാക്കിയുള്ള ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ ലെൻഡേഴ്സിന് ഇതിൽ അതോറിറ്റി അല്ലെങ്കിൽ ഇതിൽ കൈവയ്ക്കാൻ പറ്റുന്നതല്ല. ഫോർ എക്സാമ്പിൾ നമ്മളൊരു 1 കോടി രൂപയുടെ ടേം ഇൻഷുറൻസ് എടുക്കുന്നു, ഞാൻ ഈ ഒരു MWP ആക്ട് പ്രകാരം ഇതിൻ്റെ പേ ഔട്ട് എൻ്റെ ഭാര്യയ്ക്ക് മാത്രമാണ് പോകാൻ പാടുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് മറ്റെന്തെങ്കിലും ലൈബിലിറ്റി ഉണ്ട്, ഒരു ലോൺ ഉണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു ക്രെഡിറ്ററിൻ്റെ കയ്യിൽ നിന്ന് കാശ് ഞാൻ മേടിച്ചിട്ടുണ്ട്, അത് തിരിച്ചു കൊടുക്കാനുണ്ടെങ്കിലും ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ എമൗണ്ട് ഫുള്ളും എൻ്റെ ഭാര്യയ്ക്ക് മാത്രമായിരിക്കും പോകുന്നത്. ഈ പറയുന്ന ക്രെഡിറ്ററോ അല്ലെങ്കിൽ ഹോം ലോണിനോ ഇത് അടഞ്ഞു പോകുന്നതല്ല. അതാണ് MWP ആക്ടിൻ്റെ ഒരു പ്രത്യേകത. അത് ഇന്ത്യയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നാളെ ഈ പറയുന്ന ഹൗസ് ഹോൾഡ് അല്ലെങ്കിൽ വൈഫും കുട്ടികളും ഇൻകം ഇല്ലാതെ ബുദ്ധിമുട്ട് പെടരുത്, അത്രയേ ഉള്ളൂ. ഒരാൾക്ക് ഒന്നിലധികം ടേം ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമോ? അതുപോലെ മരണപ്പെട്ടാൽ ഇപ്പോൾ ഒന്നിലധികം കമ്പനികളിൽ നമ്മൾ ടേം ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ എല്ലാ കമ്പനികളിലും നമുക്ക് പണം തിരികെ ലഭിക്കാനുള്ള സാധ്യത ഉണ്ടാവുമോ? അതെ, ടേം ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു ബെനിഫിറ്റ് പ്ലാൻ ആണ്. ഇവിടെ എക്സ്പെൻസസ് അല്ല നമ്മൾ കവർ ചെയ്യുന്നത്, ഇൻകത്തിന് അഗെയിൻസ്റ്റ് എടുക്കുന്ന ഒരു പ്രൊട്ടക്ഷനാണ് ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഒന്നിലധികം ടേം ഇൻഷുറൻസ് പ്ലാനുകളാവാം നമുക്കിപ്പോൾ ഒരു ആനുവൽ ഇൻകം നമ്മുടെ ഒരു 10 lakhs ആണെങ്കിൽ അതിൻ്റെ 15 or 20 ടൈംസ് വരെ നമുക്ക് ടേം ഇൻഷുറൻസ് എടുക്കാം. നമ്മൾ ആദ്യം ഒരു 1 crore എടുക്കുന്നു, പിന്നീട് ഒരു 2 crore എടുക്കുന്നു. 2 ടേം ഇൻഷുറൻസ് പ്ലാനുകളാണ്. നമ്മളുടെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ 2 പോളിസികളും നമുക്ക് ക്ലെയിം ചെയ്യാം. കാരണം ഇതൊരു പ്യുവർ ബെനിഫിറ്റ് ആണ്. ഒരു ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് പ്യുവർ ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു പ്ലാനാണ്. അപ്പോൾ രണ്ടും നമുക്ക് ക്ലെയിം ചെയ്യാം, രണ്ടും നമുക്ക് ക്ലെയിം ചെയ്ത് കിട്ടുകയും ചെയ്യും. ഇത് ഹെൽത്ത് ഇൻഷുറൻസിനെ പോലെയോ അല്ലെങ്കിൽ മറ്റുള്ള ഇൻഡെമിനിറ്റി പോളിസികളെ പോലെയല്ല, ഇത് പ്യുവർ ബെനിഫിറ്റ് കിട്ടുന്ന പോളിസികളാണ്. നമ്മൾ അടയ്ക്കുന്ന പ്രീമിയത്തിന് നമുക്ക് കവറേജ് കിട്ടും. ഓക്കെ, അപ്പോൾ എത്ര എണ്ണം വേണമെങ്കിലും എടുക്കാം? ഒരുപാട് പോളിസികൾ എടുത്തു വെക്കാം. അതിനൊരു സം അഷ്യൂർഡ് അല്ലെങ്കിൽ കവറേജിന് ഒരു ലിമിറ്റ് ഉണ്ട്. അത് എല്ലാ പോളിസികളും കൂടി ഒരുമിച്ച് അവർ കവറേജ് കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും പോളിസി തരിക. നമുക്ക് ഒരുമിച്ച് നമുക്ക് ക്ലെയിം ചെയ്യാനും പറ്റും.
അതുപോലെ നമ്മളൊരു ഈ ടേം ഇൻഷുറൻസിന്റെ ഒരു ഡോക്യുമെന്റ് നമ്മുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻ വായിക്കാൻ മടിച്ചിട്ട് ഇത് ഏജന്റ് പറഞ്ഞല്ലേ അല്ലെങ്കിൽ ഞാൻ നേരത്തെ മനസ്സിലാക്കിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കാറുണ്ട്. നിർബന്ധമായും നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിച്ചിരിക്കേണ്ടതുണ്ടോ? ടേം ഇൻഷുറൻസിനെ സംബന്ധിച്ചിടത്തോളം ടേംസ് ആൻഡ് കണ്ടീഷൻസ് വളരെ സിമ്പിൾ ആണ്. അതിൽ കൂടുതൽ നമുക്ക് കൺഫ്യൂഷൻസ് വരുത്തുന്ന കാര്യങ്ങളില്ല. നമ്മൾ കൃത്യമായിട്ട് ഈ ഡിക്ലറേഷൻ കൊടുത്തിട്ടാണ് പോളിസി പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നാളെ ക്ലെയിം വരുമ്പോഴത്തേക്കും 100% നമുക്ക് കിട്ടിയിരിക്കും. ആ കിട്ടുന്ന രീതി നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അത് ആദ്യമേ ഏജന്റ് ത്രൂ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ലംസമായിട്ട് വേണോ, ആനുവൽ ഇൻകം ആയിട്ട് വേണോ എന്നുള്ളതൊക്കെ നമുക്ക് തിരഞ്ഞെടുക്കാം. പക്ഷെ നോർമലി ടേം ഇൻഷുറൻസിൽ കൂടുതൽ കൺഫ്യൂഷൻസ് ഇല്ല. കാരണം വേറെ കണ്ടീഷൻസ് വരുന്നില്ല. നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരു എമൗണ്ട് നമ്മുടെ ഫാമിലിക്ക് പോകുന്നു എന്നുള്ളത് മാത്രമാണ് കണ്ടീഷൻ വരുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഡിക്ലറേഷൻ ഉണ്ടെങ്കിൽ അതിൽ വേറെ കൺഫ്യൂഷൻസ് ഉണ്ടാക്കാൻ വഴിയില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഈ ഡിക്ലറേഷൻസ് കൃത്യമാണോ എന്നുള്ളത് തന്നെ ഏജന്റായിട്ട് ഇരുന്ന് സംസാരിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ടേം ഇൻഷുറൻസ് എടുത്ത ഒരാൾ ആത്മഹത്യ ചെയ്താൽ ആ പണം കുടുംബത്തിന് ലഭിക്കുമോ? സൂയിസൈഡ് എന്ന് പറയുന്ന ഒരു കാര്യം ടേം ഇൻഷുറൻസിൽ കവർ ചെയ്യും. പക്ഷെ അതിനൊരു കണ്ടീഷൻ ഉണ്ട്. ആദ്യത്തെ 12 മാസത്തിൽ, അതായത് 1 വർഷത്തിന് ശേഷം മാത്രമാണ് സൂയിസൈഡ് എന്ന് പറയുന്നൊരു ഇൻസിഡൻറ്റ് നമുക്ക് കവർ ചെയ്യാം. അപ്പോൾ ടേം ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞിട്ട് 1 വർഷത്തിന് ശേഷമാണ് സൂയിസൈഡ് ആകുന്നതെങ്കിലും നോമിനിക്ക് പേ ഔട്ട് പോകും. ഇനി 1 വർഷത്തിനകമാണ് സൂയിസൈഡ് എങ്കിലും നമുക്ക് പേ ഔട്ട് പോകുന്നില്ലെങ്കിലും അടച്ച പ്രീമിയത്തിന് സർട്ടൈൻ ഒരു എമൗണ്ട് തിരിച്ചു കിട്ടുന്നതായിരിക്കും. ഇത് പ്രതീക്ഷിച്ച ആളുകൾ ഇത്തരം ഒരു സാധനങ്ങൾ ചെയ്യാറുണ്ടോ? നോർമലി സൂയിസൈഡ് എന്ന് പറയുന്നത് പ്യൂർലി ഇമോഷണൽ ആണ്. അപ്പോൾ ഇമോഷണൽ കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും വിലയിരുത്താൻ പറ്റത്തില്ല. അപ്പോൾ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം സൂയിസൈഡ് കവർ ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഒരിക്കലും ആ രീതിയിൽ ക്ലെയിംസ് വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അതിന് വേണ്ടിയിട്ട് ആരും പോളിസി എടുക്കാറുമില്ല. നമ്മളെല്ലാം എപ്പോഴും ഇതൊരു ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ് ആയിട്ട് തന്നെയാണ് എടുക്കാറ്. ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ടേം ഇൻഷുറൻസ് എടുക്കുന്നത്. അതുപോലെ ഇപ്പം നമ്മൾക്കൊരു ജോലി കിട്ടിയ സമയത്ത് ചിലപ്പോൾ നമ്മുടെ സാലറി 15,000 രൂപ 20,000 രൂപയൊക്കെ ആയിരിക്കും. ആ സമയത്തായിരിക്കും നമ്മളൊരു ടേം ഇൻഷുറൻസ് എടുക്കുക. 10 വർഷം കഴിയുമ്പോൾ നമ്മുടെ സാലറിയിൽ കൃത്യമായിട്ടുള്ള ഒരു ഹൈക്ക് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ സാലറി ഹൈക്ക് വരുന്നത് ടേം ഇൻഷുറൻസ് കമ്പനി, നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്ന കമ്പനി അറിയിക്കേണ്ടതുണ്ടോ? പോളിസിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ടോ? ഓക്കെ, ഇത് നോർമലി ചോദിക്കാറുണ്ട് എല്ലാ കസ്റ്റമേഴ്സും ചോദിക്കുന്നത്. ഞാനിപ്പോൾ 22ാമത്തെ വയസ്സിൽ ഈ പോളിസി എടുക്കുന്നു, എനിക്കിപ്പോൾ 75 lakhs കവറേജ് ആണ് എനിക്ക് എലിജിബിലിറ്റി ഉള്ളത്. നാളെ എൻ്റെ സാലറി ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ സമ്മർഷോട് അല്ലെങ്കിൽ കവറേജ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നോർമലി ഇൻഷുറൻസ് കമ്പനികൾ പല പല ലൈഫ് സ്റ്റേജുകളിൽ നമുക്ക് സമ്മർഷോട് ഇൻക്രീസ് ചെയ്യാൻ അല്ലെങ്കിൽ കവറേജ് ഇൻക്രീസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് തരുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഇപ്പോൾ ജോലി കിട്ടുന്നു, മാത്രമല്ല നമുക്ക് മാരേജ്, നമ്മുടെ കല്യാണം കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു ഫാമിലി സ്റ്റാർട്ട് ചെയ്യാണ്. അതിനുശേഷം കുട്ടികളാകുമ്പോഴത്തേക്കും ഫാമിലി സൈസ് ഇൻക്രീസ് ചെയ്യാണ്. അങ്ങനെയുള്ള ലൈഫ് സ്റ്റേജുകളിൽ പല ഇൻഷുറൻസ് കമ്പനികളും നമ്മുടെ സമ്മർഷോട് അല്ലെങ്കിൽ കവറേജ് കൂട്ടാനുള്ള ഹെൽപ്പ് തരുന്നുണ്ട്. കാരണം നമ്മുടെ ടോട്ടൽ ഫാമിലിയുടെ ഇൻകം കൂടുന്നു, എക്സ്പെൻസസ് കൂടുന്നു, അതിനനുസരിച്ചിട്ട് നമുക്ക് ഈ പറയുന്ന സമ്മർഷോട് കൂട്ടാനുള്ള ഓപ്ഷൻസ് തരുന്നുണ്ട്. പക്ഷെ അതെല്ലാം അണ്ടർ റൈറ്റിംഗ്, അതായത് കമ്പനിയുടെ കണ്ടീഷൻസിനനുസരിച്ചിട്ടാണ്, നമ്മുടെ ഫിനാൻഷ്യൽ ആൻഡ് മെഡിക്കൽ അണ്ടർ റൈറ്റിംഗിനനുസരിച്ചിട്ടായിരിക്കും ഈ ഡിസിഷൻസ് ഒക്കെ എല്ലാം എടുക്കുക. ഇതിനകത്ത് ഈ ഗ്രേസ് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം ഞാൻ ഈ 1 മാസത്തെ പണം അടയ്ക്കാൻ മറന്നുപോയി, ഒരു തുക അടയ്ക്കാൻ മറന്നു, അപ്പം തന്നെ എൻ്റെ പോളിസി ക്യാൻസൽ ആവാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഇല്ല, ഗ്രേസ് പീരീഡ് എന്ന് പറയുന്നത് നമ്മൾ റിന്യൂ ചെയ്യുന്ന സമയത്ത്, അതായത് നെക്സ്റ്റ് ഇയർ നമ്മൾ പ്രീമിയം അടയ്ക്കുന്ന സമയത്ത് നമ്മുടെ പേഴ്സണൽ റീസൺ കാര്യമോ അല്ലെങ്കിൽ ടെക്നിക്കൽ റീസൺ ആയിട്ടുള്ള സംബന്ധിച്ച് നമുക്ക് പണം അടയ്ക്കാൻ പറ്റുന്നില്ല, റിന്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ നമുക്ക് 1 മാസത്തിനുള്ളിൽ ആ പണം അടച്ചാൽ മതി. നോർമലി ഇയർലി പ്രീമിയം ആണ് അടയ്ക്കുന്നതെങ്കിൽ നമുക്ക് 1 മാസത്തിനുള്ളിൽ ആ പണം അടച്ചാൽ മതി. ഈ കണ്ടിന്യൂറ്റി, കവറേജിൻ്റെ കണ്ടിന്യൂറ്റി നമുക്ക് അങ്ങനെ തന്നെ കിട്ടും. ഇനി രണ്ടാമതായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ മന്ത്ലി ആയിട്ടാണ് നമ്മൾ പ്രീമിയം പേ ചെയ്യണമെങ്കിൽ 15 ദിവസത്തിനകം നമ്മൾ പണം അടച്ചാൽ മതി. പക്ഷേ ഇതിൽ വരുന്നൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ 15 ദിവസത്തിനുള്ളിൽ നമ്മൾ പണം അടയ്ക്കുന്നില്ല, അല്ലെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ നമ്മൾ പണം അടയ്ക്കാതെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് കവറേജ് ഉണ്ടാവില്ല. 30 ദിവസത്തെ ഗ്രേസ് പീരീഡ് നമ്മൾ പറയുന്നു. അതിൽ ആദ്യത്തെ 15 ദിവസത്തിലാണ് നമുക്കൊരു ക്ലെയിം വരുന്നത്. ഒരു ഓപ്ഷണൽ ബെനിഫിറ്റിന്റെ ക്ലെയിം ആകാം, അല്ല നമുക്ക് മരണപ്പെടുകയാണെങ്കിൽ നമുക്ക് കവറേജ് ഉണ്ടാവില്ല. ഗ്രേസ് പീരീഡിന്റെ സമയത്ത് നമുക്ക് കവറേജ് ഉണ്ടാവില്ല, പക്ഷെ റിന്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ് കമ്പനി തരുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ പോളിസി എടുക്കുന്ന ഒരു കമ്പനി അത് പൂട്ടിപ്പോയി എന്ന് വിചാരിക്കുക, അപ്പൊ നമുക്ക് നമ്മുടെ പണം തിരികെ കിട്ടാൻ പിന്നെ എന്താണ് ഒരു ഓപ്ഷൻ ഉള്ളത്? ഓക്കെ, ഇന്ത്യയിൽ IRDAയെ സംബന്ധിച്ചിടത്തോളം, അതായത് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻഷുറൻസ് കമ്പനി പൂട്ടിപ്പോകുന്നല്ല അല്ലെങ്കിൽ നിർത്തിപ്പോകുന്ന ഒരു സാഹചര്യമില്ല. അതിന് പ്രത്യേകമായിട്ട് സോൾവൻസി റേഷ്യോ, അതായത് ഇപ്പോൾ ഒരു ഇൻഷുറൻസ് വിൽക്കുന്ന ഒരു കമ്പനി ആണെങ്കിൽ അവർ 100 രൂപ പ്രീമിയം ആയിട്ട് മേടിക്കുകയാണെങ്കിൽ 150 രൂപ അവർ ക്ലെയിമിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടാവണം. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള സോൾവൻസി റേഷ്യോ പ്രകാരം മാത്രമാണ് ഇൻഷുറൻസ് കമ്പനികൾ വർക്ക് ചെയ്യുക. അത് ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിലും ജനറൽ ഇൻഷുറൻസ് ആണെങ്കിലും ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിലും.
പക്ഷേ ചില സാഹചര്യങ്ങളിൽ ലോസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കമ്പനികൾക്ക് ലോസ് കൂടാനുള്ള സാഹചര്യങ്ങൾ, ഇപ്പോൾ കൊറോണ പോലുള്ള സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ കമ്പനികൾക്ക് പ്രീമിയം കൂട്ടാതിരിക്കാൻ പറ്റില്ല, ലോസ് കൂടി തുടങ്ങും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കമ്പനികൾക്ക് മറ്റൊരു കമ്പനിയായിട്ട് മെർജ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റൊരു ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനിയെ അവരെ അക്വയർ ചെയ്യാം. ഇന്ത്യയിൽ ഒരിക്കലും ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെങ്കിൽ മറ്റുള്ള ലൈഫ് ഇൻഷുറൻസ് കമ്പനികൾ നിർത്തിപ്പോകുന്നതല്ല. കാരണം ഇത് ലൈഫ് ലോങ് കോൺട്രാക്റ്റാണ്. അതൊരിക്കലും നിർത്തിപ്പോകുന്നതല്ല. മറ്റൊരു കമ്പനി അക്വയർ ചെയ്യാം, അല്ലെങ്കിൽ മറ്റൊരു കമ്പനിയായിട്ട് മെർജ് ചെയ്തു പോകാം. അതാണ് ഓപ്ഷൻസ് ഉള്ളത്. ടേം ഇൻഷുറൻസ് ഇതുവരെ എടുക്കാത്തവർക്ക് സാർ നൽകുന്ന ഒരു നിർദ്ദേശം എന്തായിരിക്കും? നമ്മൾ ഫിനാൻഷ്യൽ പ്രൊഡക്ട്സിലെ ആദ്യത്തെ വാക്കായിരിക്കണം ടേം ഇൻഷുറൻസ്. നമ്മൾ എന്ത് സേവിങ്സ് തുടങ്ങുന്നോ അല്ലെങ്കിൽ എന്ത് ഇൻവെസ്റ്റ്മെൻറ്റും തുടങ്ങുന്നോ അതിന് മുന്നേ എല്ലാം നമ്മൾ ടേം ഇൻഷുറൻസ് എടുത്തു വെക്കണം. കാരണം നമ്മുടെ ഇപ്പോൾ ഉള്ള അസറ്റ് നമ്മുടെ ഹെൽത്ത് അല്ലെങ്കിൽ ലൈഫാണ്. ആ ലൈഫ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോ തുകയും നാളെ നമ്മൾ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ നാളെ നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പെൻസസ് കവർ ചെയ്യാനോ പോകും. ആദ്യമേ ടേം ഇൻഷുറൻസ് എടുത്ത് വയ്ക്കുക. നിങ്ങൾക്ക് എത്ര പ്രായം കുറവാണോ അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ പോളിസി എടുത്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ പോളിസി എടുക്കാൻ ശ്രമിക്കുക. അതാണ് ഞാൻ എപ്പോഴും കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പറയാം. ആദ്യത്തെ വാക്ക് ടേം ഇൻഷുറൻസ് ആയിരിക്കണം. അതിനുശേഷം മാത്രമായിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം. താങ്ക് യു സാർ, ഇത്രയും സമയം നമ്മളോടൊപ്പം ഇരുന്നു. താങ്ക് യു സോ മച്ച്.